പുതിയൊരു വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. ആദ്യമായിട്ടാണ് ഞാനൊരു ഓൺ വോയിസ് വന്നിരിക്കുന്നത്. ഇന്നെൻ്റെ ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡേ ആണ് എൻ്റെ ലൈഫിൽ. അതായത് ഞങ്ങളുടെ ഗ്രാജുവേഷൻ സെറമണിയാണ്. അത് ഞാൻ BSc ഒപ്റ്റോമെട്രിയാണ് പഠിച്ചിരുന്നത്, 4 വർഷത്തെ. 4 ഇയർ കോഴ്സ് കഴിഞ്ഞിട്ടുള്ള ഞങ്ങളുടെ 1 ഇയറും കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് അതിൻ്റെ ഗ്രാജുവേഷൻ സെറമണി വെക്കുന്നത്. അപ്പോൾ ഞങ്ങളതിന് രാവിലെ തന്നെ പോയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ റെഡിയായി. ഞങ്ങളെല്ലാവരും ഫാമിലി എല്ലാവരും കൂടി കൂടിയിട്ട് പോവുകയാണ്. ആലുവയിൽ വെച്ചിട്ടായിരുന്നു ഫംഗ്ഷൻ. ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് അവിടെ ചെന്നതാണ്. ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി കൂടിയിട്ട് അതിൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ഇട്ട് നോക്കുകയാണ്. അപ്പോൾ ഹോളിൽ വെച്ചിട്ടായിരുന്നു. അപ്പോൾ ഹോളിൽ പരിപാടി തുടങ്ങാറൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് അതിൻ്റെ പ്രൊമോ വീഡിയോസും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് കാണിക്കുകയാണ് പേരൻസിനെ എല്ലാവരെയും കൂടി ആയിട്ട്. ഞങ്ങൾ പിന്നെ ഇനി സ്റ്റേജിലേക്ക് വരണുള്ളൂ കേട്ടോ. ഞങ്ങൾ വന്നു തുടങ്ങി. ഞങ്ങളെല്ലാവരെയും അറേഞ്ച് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ഇതൊക്കെ ഉണ്ട്, വരുന്നതിന് എല്ലാത്തിനും ഒരു സ്റ്റൈലും ഒരു പാറ്റേണും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ 1 by 1 ആയിട്ട് ആൽഫബറ്റിക് ഓർഡറിൽ 3 ഇയർ കൂടിയിട്ട് 3 ഇയറിലെ പിള്ളേരുകളുണ്ട്. അപ്പോൾ ഓരോരോ ബാച്ച് വൈസായിട്ട് ആൽഫബറ്റിക് ഓർഡറിലാണ് ഞങ്ങൾ ഓഡിറ്റോറിയത്തിലേക്ക് എൻട്രി ചെയ്യുന്നത്. അത് കഴിഞ്ഞപ്പോൾ നമുക്കത് ഒരു വല്ലാത്തൊരു ഫീലാണ്. ബിക്കോസ് ഞങ്ങൾ ലൈഫിൽ ഏറ്റവും ആയിട്ട് ഞങ്ങൾ പ്രതീക്ഷിച്ചൊരു സമയമാണ് കേട്ടോ അത്. പിന്നെ കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു രംഗപൂജ പോലത്തെ ഡാൻസ് കാര്യങ്ങളൊക്കെ ജൂനിയേഴ്സ് പിള്ളേരൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ പരിപാടി തുടങ്ങി. ഞങ്ങളെല്ലാവരും വെൽക്കം ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ എന്താ പറയുക, ഫോർമലായിട്ടുള്ള കാര്യങ്ങളും ഇതെല്ലാം നടക്കുകയാണ്. ഇതാണ് ഞങ്ങളുടെ ചെയർമാൻ ഡോക്ടർ ടോണി ഫെർണാണ്ടസ് സാറ്. എന്താ പറയുക, സാറ് പറയുന്ന കാര്യങ്ങളും ഇതെല്ലാം കേട്ട് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. എന്താ പറയുക, ആ ഒരു ഫീൽ എങ്ങനെയാണെന്ന് അറിയില്ല, അത് അനുഭവിച്ചവർക്കറിയാം. ശരിക്കും പറഞ്ഞാൽ എനിക്ക് നല്ല സങ്കടം വരുന്നുണ്ട്. അതിന് സന്തോഷം പ്ലസ് സങ്കടം എന്നൊക്കെ പറയില്ല, അതേ ഒരു ഫീലായിരുന്നു. കണ്ണൊക്കെ ഇങ്ങനെ നിറയായിരുന്നു. പിന്നെ 1 by 1 ആയിട്ട് ഇതൊക്കെ പേരൊക്കെ വിളിച്ച് ഞങ്ങൾക്കത് തരികയാണ്. ഇതൊക്കെ കയറി പോകുന്നത് ഞാനാണ് കേട്ടോ. ആദ്യം ഞങ്ങളുടെ സീനിയേഴ്സ് ബാച്ചിൽ ആൾക്കാർക്ക് കൊടുത്തു. പിന്നെ ഇതിപ്പം എനിക്കാണ് തരുന്നത്. പിന്നെ അങ്ങനെ ഞങ്ങളുടെ ബാച്ച്, അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ജൂനിയേഴ്സ്, അങ്ങനെയുള്ള ഒരു പിള്ളേർക്ക് എല്ലാവർക്കും കൊടുത്തു. അങ്ങനെ ഈ എന്താ പറയുക, ഭയങ്കര ഹാപ്പി ആയിട്ട് ആ കാര്യമൊക്കെ കഴിഞ്ഞു. എല്ലാത്തിനും ഒരു പാറ്റേൺ ഉണ്ടായിരുന്നു. എല്ലാം ഭയങ്കര നല്ല പക്കയായിട്ട് എല്ലാവരും കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കോളേജിൽ നിന്ന് പിള്ളേരാണെങ്കിലും ജൂനിയേഴ്സ് ആണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലൊക്കെ എല്ലാവരും നല്ല രീതിയിൽ ഇത് ഡീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെന്താ, ഞങ്ങൾക്കൊരു ഓത്ത് ഉണ്ടായിരുന്നു. മീൻസ് നമുക്കൊരു പ്ലെഡ്ജ് പോലെ നമ്മുടെ പ്രൊഫഷന് വേണ്ടിയിട്ട് അതങ്ങനെ പറയിപ്പിക്കുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫോട്ടോ സെക്ഷനിലേക്കൊക്കെ പോയിരിക്കുകയാണ് കേട്ടോ. ഫോട്ടോ സെക്ഷൻ ഇതുപോലെ തന്നെ ഓരോ ബാച്ച് വൈസ് തന്നെ. ഫസ്റ്റ് ഞങ്ങളുടെ സീനിയേഴ്സ് ബാച്ചാണ്. ഞങ്ങളുടെ സീനിയേഴ്സ് ബാച്ചിൽ അത്യാവശ്യം 20 പേരെന്തോ പാസ് ഔട്ട് ആയതാണ്. പക്ഷെ 4 പേർക്ക് വരാൻ പറ്റുള്ളൂ, ബാക്കിയുള്ളവർക്ക് വരാൻ പറ്റിയില്ല. ഇത് ഞങ്ങളുടെ ബാച്ചാണ് കേട്ടോ. ഞങ്ങളുടെ ബാച്ചിൽ ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ വന്നിട്ടുണ്ട്. ആരും അങ്ങനെ ഒഴിഞ്ഞു മാറിയില്ല എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഞങ്ങളുടെ ബാച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളുടെ ജൂനിയർ ബാച്ചിൻ്റെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ഞങ്ങളുടെ 3 ബാച്ചും കൂടി കൂടിയിട്ടുള്ള, ഞങ്ങൾ ജസ്റ്റ് തംസപ്പ് കൊടുക്കുന്ന 3 ബാച്ചും കൂടി കൂടിയിട്ടുള്ള ഫോട്ടോ സെക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതാണ് ഞങ്ങളുടെ 3 ബാച്ചും ഞങ്ങളുടെ ഫാക്കൽറ്റീസും ഞങ്ങളുടെ എല്ലാവരും, ഞങ്ങളുടെ ടീച്ചേഴ്സും കാര്യങ്ങളെല്ലാവരും. ഇതെന്നിട്ട് ഞങ്ങൾക്ക് കടന്നു പോകുന്നതാണ് കേട്ടോ. ഞങ്ങൾ ഹോളിൽ നിന്ന് പോകുന്നതും അതിനും ഒരു പാറ്റേണും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതും ഇതുപോലെ തന്നെ നല്ല പക്കയായിട്ട് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്ങനെ പോകേണ്ടത്, എങ്ങനെ വരണ്ടേ എന്നുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾ പോയി. പിന്നെ ഞങ്ങൾക്ക് പുറത്ത് പോയിട്ട് ഫോട്ടോഷൂട്ടും കാര്യങ്ങളും നമ്മുടെ ഫാമിലിയുടെ ഒപ്പം എടുക്കണമെങ്കിൽ എടുക്കാം, നമുക്ക് എടുക്കാം എന്നൊക്കെ. അപ്പോൾ ഞങ്ങൾ തൊപ്പി ഇങ്ങനെ എറിയണ ആ സംഭവം ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ആയിട്ടത് ടേക്ക് എടുത്ത് മടുത്തു. ഞങ്ങൾ ഇത്രയും നേരം നേരം നിൽക്കുന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിൽ ഇത്രയും പിള്ളേരെ പേരൻസും ആൾക്കാരൊക്കെ ഇങ്ങനെ ഫോണും പിടിച്ചിട്ടിരിക്കുക. അത് കൂടാണ്ട് ക്യാമറമാന്മാർ. അപ്പോൾ ഇങ്ങനെ ട്രെയിൽ എടുത്തിട്ട് ഇങ്ങനെ പോവുക. ഏറ്റവും അത് ഞങ്ങളിങ്ങനെ എറിയണ്ട, അങ്ങനെ പിടിക്കാമെന്ന് മാത്രമായി. പിന്നെ എറിയാമെന്ന് പറഞ്ഞു, പിന്നെ ചാടാമെന്ന് പറഞ്ഞു. അങ്ങനെ 3 രീതിക്ക് ഫോട്ടോ എടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും മഴയൊക്കെ പെയ്ത് ചെറിയൊരു സീനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് എല്ലാം നല്ല ഭംഗിയായിട്ട് അവസാനിച്ചു. അങ്ങനെ ഭംഗിയായിട്ട് ഞങ്ങളുടെ കോൺവെക്കേഷൻ കഴിഞ്ഞു. ഞങ്ങൾ ടീച്ചേഴ്സിനോടും അതല്ലാതെ ബാക്കി സ്റ്റാഫ്മാരോടും ഡോക്ടേഴ്സിനോടും എല്ലാവരോടും താങ്ക്സ് ഒക്കെ പറഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് വീട്ടിലെത്തി. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.